ഹായ് ഐ എം കോച്ച് സുഹിൻ ഹിയർ ഫ്രം ടീം ഹാർഡ്കോർ ഒഫീഷ്യൽ. നിങ്ങൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഫെയ്ഡ് ആകാറുണ്ടോ? ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കോമ്പറ്റീഷന്റെ തലേ ദിവസം കാണുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അന്നേ ദിവസം രാവിലെ കാണുന്ന കണ്ടീഷൻ. സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഫ്ലാറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് പോകുന്നു, ഒരു ഫുൾനെസ് പോകുന്നു, ബോഡിയിലെ വെയിൻസ് പോലും പമ്പ് ഡൗൺ ആകുന്ന ഒരവസ്ഥ. പല റീസൺസ് ഉണ്ടെങ്കിലും അതിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇറങ്ങേണ്ട കാറ്റഗറിക്ക് ഒരുപാട് മണിക്കൂറുകൾക്ക് മുന്നെയോ ഒരുപാട് സമയങ്ങൾക്ക് മുന്നെയോ നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുകയും അത് നല്ല രീതിയിൽ നമ്മുടെ മസിൽസിനെ പമ്പിങ് ചെയ്ത് ഫുൾ ടെമ്പർ ആക്കുകയും നമ്മുടെ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത് എങ്കിൽ ഈ പറയുന്ന പ്രശ്നം നമുക്കുണ്ടാവും. എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് പമ്പ് ആവുകയും നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ നോർമലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ മസിൽസിന്റെ ടെമ്പർ കുറയുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം തന്നെ നമ്മൾ സ്റ്റേജിൽ കാണിക്കാതിരിക്കുക. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വരെ ഒരു നോർമൽ റെസ്റ്റ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക. നമ്മുടെ കാറ്റഗറിക്ക് സമയമാകുമ്പോൾ വളരെ ക്വിക്കായിട്ട് നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുക, വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മൾ ടാനിങ് ഫിനിഷ് ചെയ്യുക, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റേജിലോട്ട് കയറുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഫ്രഷ് ലുക്കായിരിക്കും, നിങ്ങളുടെ ബോഡിയെ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്ലിയർ കണ്ടീഷനിങ് ആയിരിക്കും നിങ്ങളുടെ ബോഡിയെ കാണാൻ വേണ്ടിയിട്ട്, നല്ല എനർജിയിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാനും പറ്റുന്നതാണ്. ഷോ ഡേ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രമല്ല പല കാരണങ്ങളുണ്ട്. സാൾട്ട്, വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റീഷൻസ് നടത്തുന്ന അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടും വരും. നമുക്ക് ചില ആൾക്കാർ ഒരുപാട് സമയത്ത് നമ്മളെ റെഡിയാകാൻ പറഞ്ഞിട്ട് നമ്മളെ നിർത്തി ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റേജിൽ കയറ്റുക. സോ അതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.